ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായി ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് വിദേശ പഠനം. അതുപോലെ തന്നെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ അവർ സ്വപ്നം വെക്കുന്ന ഒരു കാര്യമാണ് വിദേശത്തൊരു ജോലി. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ആൾക്കാരിൽ കൂടിയപ്പോൾ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇത്തരം ഒരു ചിന്ത കൂടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാജ റിക്രൂട്ട്മെൻറ്റുകൾ, വിദേശത്തേക്ക് വ്യാജമായ കോഴ്സുകളുടെ പേരിൽ കുട്ടികളെ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങൾ, വിസ തട്ടിപ്പ്, പണം വാങ്ങി വിസ നൽകാമെന്നുള്ള പ്രലോഭനം കൊടുത്ത് അത് തട്ടിച്ചെടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി തട്ടിപ്പുകൾ, വിദേശ പഠനം, വിദേശ ജോലി, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരവുമായി നമ്മളുടെ ഗവൺമെൻറ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു മാർഗ്ഗനിർദ്ദേശം, വ്യക്തമായൊരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അത് ഏതൊക്കെ പോർട്ടലുകളിൽ നമുക്ക് പരിശോധിക്കാം, ഏതൊക്കെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ അറിയാം എന്നൊക്കെയുള്ളതായിരിക്കും നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറയുക. അതുകൊണ്ട് വീഡിയോ ഒട്ടും മിസ് ചെയ്യാതെ കാണുക. നമ്മൾക്ക് വിവരങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം. വിദേശ പഠനവും വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ഒട്ടനവധി തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. വിദേശത്ത് പണം നിക്ഷേപിച്ച് അതിൽ നിന്നും ധനസമ്പാദനം നടത്താനായിട്ടുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്, മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകൾ, അതുപോലെ ഒരു സന്ദർശന വിസ അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ നൽകി അതിലൂടെ വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇത്തരം പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ജാഗ്രത വേണം എന്ന് നോർക്ക, അതായത് നമ്മളുടെ സർക്കാരുകൾ വിദേശത്തേക്ക് പഠനവും ആവശ്യങ്ങളുമായി അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങളുമായി പോകുന്നവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റഡ് ഓർഗനൈസേഷൻസ്, അവർ നൽകുന്ന കുറേ മാനദണ്ഡങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനകത്ത് ഈ വ്യാജ റിക്രൂട്ട്മെൻറ്റുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പറഞ്ഞ് നോർക്ക പുറപ്പെടുവിച്ച കുറേയധികം ഗൈഡ് ലൈൻസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേത് ഇ മൈഗ്രേറ്റ് പോർട്ടൽ. ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഇ മൈഗ്രേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അവിടെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പരസ്യങ്ങളിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ തൊഴിൽ നൽകുമെന്ന് അവകാശപ്പെടുന്ന വിദേശത്തുള്ള സ്ഥാപനം, ഇതൊക്കെ ജെന്യുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെ ഒരു ഏജൻസി കോൺടാക്റ്റ് ചെയ്യുന്നു, വിദേശത്ത് ഒരു തൊഴിലവസരം നിങ്ങൾക്ക് നൽകാം, അതുമല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ നേടിത്തരാം, വിസ പ്രോസസ്സിങ് ചെയ്തു തരാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഏജൻസികൾ, വിദേശ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ഇത്തരം ഏജൻസികൾ ജെന്യുവിൻ ആണോ, അവർക്ക് അക്രഡിറ്റേഷൻ ഉള്ളതാണോ എന്നുള്ളത് നമുക്ക് ഈ മൈഗ്രേറ്റ് പോർട്ടലിൽ കയറി നോക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാമെന്ന് പറഞ്ഞു. migrate.gov.in എന്ന് മാത്രമേ ഉള്ളൂ ആ പോർട്ടലിൻ്റെ URL. അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏജൻസികളുടെ നിജസ്ഥിതി ഇപ്പോഴും ഉള്ള ഏജൻസിയാണോ? ചില കേസുകളിൽ ഇതിൻ്റെ പലതരത്തിലുള്ള തട്ടിപ്പുകളിൽ ഒന്ന്, മുൻകാലത്ത് അവർക്ക് അക്രഡിറ്റേഷൻ ഉള്ളവരായിരുന്നിരിക്കാം, മുൻകാലത്ത് രജിസ്ട്രേഷൻ ഉള്ളവരായിരുന്നിരിക്കാം, അതേസമയം അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെ കരിമ്പട്ടികയിൽ പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അതിനുശേഷവും അത് മറച്ചു വെച്ചുകൊണ്ട് അവർ റിക്രൂട്ട്മെൻറ്റുകളും വീണ്ടും തുടർന്ന് നടത്തുന്നത്, അത്തരം തട്ടിപ്പുകളുമുണ്ട്. അപ്പോൾ ഈ പരസ്യങ്ങളിലെ പുതിയ നോംസ് അനുസരിച്ച് വിദേശ പഠനം, വിദേശ ജോലി, ഇതുമായി ബന്ധപ്പെട്ട് ഏത് പരസ്യം, അത് മീഡിയയിലൂടെ, പത്രങ്ങളിലൂടെയോ TV-യിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തെല്ലാം അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, ഏജൻസികളുടെ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് നമ്പർ ആ പരസ്യങ്ങളിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കണം എന്ന്, അവരുടെ ഓഫീസിലോ അവരുടെ ഡോക്യുമെൻറ്റ്സിലോ മാത്രം പോരാ, പരസ്യങ്ങളിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് വ്യക്തമായ നിബന്ധന കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഏജൻസി, തിരുവനന്തപുരത്തുള്ള ഏജൻസി ആണെങ്കിൽ അവർ കോഴിക്കോട് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈസൻസ് എടുത്ത് അതിനൊരു ലൈസൻസ് നമ്പറും അത് പ്രദർശിപ്പിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ പല സ്ഥലങ്ങളിൽ വെച്ച്, ഒരുപക്ഷെ ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാകാം, അല്ലെ ഹോട്ടലുകളിൽ വെച്ചാകാം, ഇത്തരം റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ നടത്തുന്നത് അത് അംഗീകൃത ഏജൻസികൾ വഴി നടത്തുന്നതാണെങ്കിൽ അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവോടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ഇവിടെ ഉണ്ടായിരിക്കും, നമ്മളുടെ ഈ മൈഗ്രേറ്റ് പോർട്ടലിൽ അതും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൈഗ്രേറ്റ് പോർട്ടലിൽ ഇല്ലാത്ത വിദേശത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ
അതും തട്ടിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാതെ ഇത്തരം ഡ്രൈവുകൾ നടത്താൻ ഇപ്പോൾ അവകാശം ഇത്തരം ഏജൻസികൾക്കില്ല എന്നുള്ളത് ക്ലിയറാണ്. അതുപോലെ വിദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധികാരികത. ചില ഏജൻസികൾ പറയും, ഓക്കെ, അയർലൻഡിൽ ഇന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ മികച്ച കോഴ്സാണ്, മികച്ച ട്രെയിനിങ് ആണ്, ഇത് ഒരുപക്ഷെ അംഗീകാരമില്ലാത്ത സ്ഥാപനമാകാം. അപ്പോൾ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇതിൻ്റെ ആധികാരികത ഉറപ്പിക്കുന്നതിനുള്ള അവസരവും ഈ മൈഗ്രേറ്റ് പോർട്ടലിലൂടെ നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇന്ത്യയിലുള്ള അവരുടെ വിദേശകാര്യ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ എംബസി ഉണ്ട്. അപ്പോൾ ആ എംബസിയിലൂടെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അയർലൻഡിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അയർലൻഡിൽ ഒരു ജോലിയുമായി നിങ്ങൾ പോകുന്നു. രണ്ട് അവസരങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലുള്ള ഐറിഷ് എംബസിയിലൂടെ നിങ്ങൾക്ക് അവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ആധികാരികത ഉറപ്പാക്കാം. അത് ഇന്ത്യയിലെ ഐറിഷ് എംബസിയുമായി ബന്ധപ്പെട്ടാൽ മതി. രണ്ടാമതൊരു ഓപ്ഷൻ, അയർലൻഡിലുള്ള ഇന്ത്യയുടെ എംബസിയുണ്ട്. അയർലൻഡിലുള്ള ഇന്ത്യയുടെ എംബസി വഴിയും ഈ സ്ഥാപനം ജെനുവിനാണോ, ഇത്തരം ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ഉണ്ടോ, അത് അഫിലിയേഷനും അക്രഡിറ്റേഷനും ഉള്ളതാണോ, ഇതൊക്കെ നമുക്ക് ചോദിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം മനസ്സിലാക്കാം. പിന്നെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അതിലൂടെ, അതായത് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതൊരു സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദേശ പഠനം, വിദേശ തൊഴിൽ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് വേണ്ടി തൊഴിലവസരങ്ങളുമായി കയറ്റി അയക്കുവാനായി ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസുകളിൽ നിന്നുള്ള അനുമതി അവർക്ക് ആവശ്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അല്ലെങ്കിൽ POE എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്തും നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ വിദേശത്തേക്കുള്ള ആളെ ജോലിക്ക് വേണ്ടി കയറ്റി അയക്കുന്നത് ജെനുവിനാണോ അല്ലയോ, അത് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അംഗീകാരമുള്ള റിക്രൂട്ട്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെടാവുന്നതാണ്, അത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പരസ്യങ്ങളുടെ നിജസ്ഥിതി നമുക്ക് അവരിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവരെല്ലാം ജെനുവിനാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജ് ജെനുവിനാണ്, അതല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനം അത് ജെനുവിനാണ്, അത് അവർ തന്നെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പല ഒന്ന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഞാൻ പറഞ്ഞു, രണ്ടാമത് വിദേശത്തുള്ള ഇന്ത്യൻ എംബസി വഴിയാകാം, അല്ലെ ഇന്ത്യയിലുള്ള ആ വിദേശ രാജ്യത്തിൻ്റെ എംബസി വഴിയാകാം, നോർക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാകാം, ഈ മൈഗ്രേറ്റ് പോർട്ടലിലൂടെയാകാം. ഈ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പണമിടപാടുകൾ ചെയ്യാവൂ എന്നുള്ള കാര്യം ഈ നോർക്ക പ്രത്യേകമായിട്ട് ഈ ഒരു സർക്കുലറിൽ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ സേവ .csc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഇനി വിദേശത്തേക്ക് തൊഴിലുമായി പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു സഹായത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മദത് എന്ന് പറഞ്ഞൊരു പോർട്ടൽ, മദത് എന്ന വാക്കിൻ്റെ ഹിന്ദിയിലെ വാക്കിൻ്റെ അർത്ഥം സഹായം എന്നാണ്, MADAD. അപ്പം മദത്.gov.in പോർട്ടൽ, ഇവിടെയും കയറി നമുക്ക് വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത് ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പോർട്ടലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഈ വിദേശ കോഴ്സുകൾ, വിദേശ തൊഴിലവസരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു ഫ്രീ ഹെൽപ്പ് ഡെസ്ക് നമ്പറും നമ്മളുടെ നോർക്ക പുറത്തുവിട്ടിട്ടുണ്ട്. അത് 1800 ആരംഭിക്കുന്ന ഒരു സൗജന്യ ടോൾ ഫ്രീ നമ്പറാണ്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും. തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ തന്നെ നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഇമെയിൽ ID യുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം വിദേശ പഠനം, വിദേശ തൊഴിൽ ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഇതിൻ്റെ കാരണം, ഇത് വളരെ പ്രാധാന്യത്തോടെ വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും ഇതിനെ നോക്കിൽ കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ പഠന അഭിനിവേശം കൂടിയതോടുകൂടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സമയം, പണം, ഊർജ്ജം ഇതെല്ലാം സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ശോഭനമായ ഒരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.